യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളിയിട്ടു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആക്രമിക്കുകയും അന്യായമായി തുറങ്കിലടയ്ക്കുകയും ചെയ്യുന്ന CPM പോലീസ് ഗൂഢാലോചനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ലിങ്ക് റോഡിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കളക്ടറേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തള്ളിമറിച്ചിട്ട പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇത് ഏറെ നേരത്തേക്ക് നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. തലക്കടിച്ചു. കോഴിക്കോട്ടേക്ക് എത്തുമ്പോ ഹെൽമറ്റ് വെച്ച് തലക്കടിച്ചു. തൃശ്ശൂരിലേക്ക് എത്തുമ്പോ വണ്ടി വെച്ച് ഇടിച്ച് തെറിപ്പിച്ചു. എറണാകുളത്തേക്ക് എത്തുമ്പോ അതം കടന്ന CPM-ന്റെയും CIQ-ന്റെയും നേതാക്കന്മാർ ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈവച്ചു. ആലപ്പുഴയിലെ അജി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അരയ്ക്ക് കീഴോട്ട് ശരീരമില്ലാത്ത ആ സാധു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ പിടിച്ചു വെച്ചു കൊടുക്കുമ്പോൾ DYFI-കാരൻ പിന്നാലെ വന്നിടിച്ചു. കൊല്ലത്ത് വന്നപ്പോ കൊല്ലത്ത് വെച്ച് നമ്മളൊരു തീരുമാനമെടുക്കുകയാ. ഇനി അടികൊള്ളാനില്ല. ഇനി അടിച്ചാൽ കൃത്യമായി പ്രതിരോധിക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു സുനിൽ പന്തളം, അനു താജ്, സെക്രട്ടറിമാരായ ഷംന നൌഷാദ്, അസൈൻ പള്ളിമുക്ക്, അഖിലേന്ത്യാ സെക്രട്ടറി പുഷ്പലത, ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.